ഫ്രണ്ട്സ്, ഞാൻ ഹർഷിയ. എല്ലാവർക്കും TS ഇൻഫോ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 12, ലോക ബാലവേല വിരുദ്ധ ദിനം. രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തായ കുട്ടികളെ സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്ത ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് കൂട്ടുകാർക്കറിയാമല്ലോ. കുട്ടികളെക്കുറിച്ചും അവരുടെ ഭാവിയെക്കുറിച്ചും നിറമുള്ള സ്വപ്നങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ജീവിതഭാരം ചുമലിലേറ്റി തെരുവോരങ്ങളിൽ അലയുന്ന കുട്ടികളെ കൂട്ടുകാർ കണ്ടിട്ടില്ലേ? ഭക്ഷണശാലകളിലും കൃഷിയിടങ്ങളിലും കച്ചവട കേന്ദ്രങ്ങളിലുമൊക്കെ ദൈന്യതയാർന്ന കണ്ണുകളുമായി പണിയെടുക്കുന്ന കുട്ടി പണിക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ക്രൂരമായ ബാലവേലയുടെ ഇരകളാണ് ഈ കുഞ്ഞുങ്ങൾ. ഇത്തിരി സ്നേഹം, ഒരിറ്റുദയ, അല്പം ലാളന, അതിനുവേണ്ടി ദാഹിക്കുന്ന കോടിക്കണക്കിന് കുട്ടികൾ ലോകത്തുണ്ട്. ഇവരിൽ ഭൂരിപക്ഷവും അപകടകരമായ തൊഴിലിടങ്ങളിലാണ് പണിയെടുക്കുന്നത്. ഒരു നേരത്തെ വിശപ്പടക്കാൻ ഗതിയില്ലാതെ അലഞ്ഞു തിരിയുന്നവർ, ജനിക്കുമ്പോൾ തന്നെ തെരുവിലുപേക്ഷിക്കപ്പെട്ടവർ, പട്ടിണി മാറ്റാൻ കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്നവർ, തെരുവ് കൊള്ളക്കാരുടെ പിടിയിൽപ്പെട്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യേണ്ടി വരുന്നവർ, യുദ്ധഭീതിയിൽ കഴിയുന്നവർ, ഇങ്ങനെ നീളുന്ന പീഡനങ്ങൾക്ക് ഇരയാകേണ്ടി വരുന്ന ബാല്യങ്ങളുടെ പട്ടിക. സർക്കസ്, ആനപരിശീലനം, കീടനാശിനി നിർമ്മാണം, പടക്ക നിർമ്മാണശാലകൾ, ഖനിയിടങ്ങൾ എന്നിങ്ങനെ അപകടകരമായ തൊഴിൽ സാഹചര്യങ്ങളിലാണ് പല കുട്ടികളും വളരുന്നത്. ബാലവേല എന്നാൽ കുട്ടികളെ ശാരീരികമായും മാനസികമായും സാമൂഹികമായും വിഷമിപ്പിക്കുന്ന തൊഴിലുകളെയാണ് ബാലവേലയായി നിർവചിച്ചിരിക്കുന്നത്. ലോകമെമ്പാടും കുട്ടികളെ കൊണ്ട് തൊഴിലെടുപ്പിക്കുന്ന പ്രവണത ഏറി വരികയാണെന്നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21A കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ അവകാശം ഉറപ്പുവരുത്തുന്നു. ആർട്ടിക്കിൾ 24 കുട്ടികളെ കൊണ്ട് വേല ചെയ്യിപ്പിക്കുന്നത് കർശനമായി വിലക്കിയിരിക്കുന്നു. ബാലവേല നിരോധിച്ച് സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹോട്ടലുകളിലും വിനോദ കേന്ദ്രങ്ങളിലും പടക്ക നിർമ്മാണ കമ്പനികളിലും ഗ്ലാസ് ഫാക്ടറികളിലും കുട്ടികൾ പണിയെടുക്കുന്നതായി കാണാൻ ഇടയായാൽ ആ കാര്യം നമുക്ക് സർക്കാരിനെ അറിയിക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പറായ 1098 വിളിച്ച് അറിയിക്കുകയോ തൊഴിൽ വകുപ്പിലെ അസിസ്റ്റന്റ് ലേബർ ഓഫീസറെ വിളിച്ച് അറിയിക്കുകയോ ചെയ്യണം.